ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ഭാഗിക വെടിനിർത്തൽ 10 ദിവസം കൂടി ദീർഘിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല, തീരുമാനം ഇറാന്റെ ആവശ്യപ്രകാരമെന്നും ചർച്ചകൾ നന്നായി നടക്കുന്നുവെന്നും വിശദീകരണം. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ പ്രകോപനം തുടരുകയാണ്. ഫൈസൽ ഹംസയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഫൈസൽ. കാര്യങ്ങൾ ഇങ്ങനെ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണി അടക്കമുള്ള കാര്യങ്ങൾ ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന അല്ലെങ്കിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ പ്രതികരണങ്ങളാണ്. എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത പദവിയിലേക്ക് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചു എന്നൊക്കെ രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരണം വന്നിരുന്നു. അത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പക്ഷേ ഇറാൻ വഴങ്ങാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് പറയുന്നതിനെ ലോകം ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കഴിഞ്ഞ തവണ 5 ദിവസത്തെ ഭാഗികമായ വെടിനിർത്തൽ, പ്രത്യേകിച്ച് ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നു. അതിൻ്റെ 4 മണിക്കൂർ പോലും പിന്നിട്ടില്ല. അപ്പോഴേക്ക് ഇസ്രായേൽ ഇസ്ഫഹാനിലും കൊറം ഷഹറിലും ഇറാനിലെ സുപ്രധാനമായ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ 10 ദിവസത്തേക്ക് കൂടി ആക്രമണം നടത്തില്ല എന്നുള്ള പ്രഖ്യാപനം നീട്ടി എന്നുള്ള ഈ ഒരു പ്രസ്താവനയ്ക്ക് വലിയ വിലയൊന്നും ആരും നൽകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇറാൻ നൽകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിൻ്റെ പ്രസ്താവനയെ മുഖവിലക്ക് എടുക്കുന്നില്ല എന്നുള്ളത്. ഇത്തവണ ട്രംപ് പറഞ്ഞിട്ടുള്ളത് 10 ദിവസം കൂടി ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമിക്കില്ല. അതിന് മാത്രമല്ല, ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് നീട്ടിവെക്കുന്നതോടൊപ്പം വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നു. ഇറാന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ഉടൻ തന്നെ ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ച നടക്കും. അതിനുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതുമാണ് ട്രംപ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ട്രംപിൻ്റെ അവകാശവാദങ്ങളെ ഇറാൻ നിഷേധിക്കുന്നുമുണ്ട്. മറുവശത്ത് പാകിസ്ഥാന്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും നേതൃത്വത്തിൽ ഇറാനെ ഒരു ടേബിളിലേക്ക്, ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇറാൻ പൂർണ്ണമായും തകർന്നിരിക്കുന്നു, ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധരായിരിക്കുന്നു, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാനാണ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ യാചിക്കുകയാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള സൈനിക ശേഷിയും ഇപ്പോഴില്ല എന്നുള്ളതാണ്. പക്ഷേ മറുവശത്ത് ട്രംപിൻ്റെ തന്നെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇറാനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവരുടെ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ചർച്ചയിലേക്കും സമാധാനത്തിലേക്കും യുദ്ധവിരാമത്തിലേക്കും എത്തിക്കാനാകുമെന്നാണ്. ഇതിൽ തന്നെ വലിയ വിരോധാഭാസമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഭാഗത്ത് ട്രംപ് പറയുന്നത് ഇറാൻ യാചിക്കുന്നു എന്നുള്ളതാണ്, മറുവശത്ത് വിറ്റ്കോഫ് പറയുന്നത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ കൺവിൻസ് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിൻ്റെ പ്രസ്താവനയെ ആ അർത്ഥത്തിൽ ആരും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. മറുവശത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ അടക്കം ഇറാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിലും ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ട്. ലബനാനിലാകട്ടെ വലിയ രീതിയിൽ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന എന്നുള്ളതാണ്. അവിടെ ലബന്റെ വലിയ ഒരു ഭൂപ്രദേശം തന്നെ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചടക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പറയാനാകില്ല. അതൊരു പക്ഷേ ഒരർത്ഥത്തിൽ നേരത്തെ ഇറാനൊക്കെ ആരോപിച്ചതുപോലെ വലിയ രീതിയിൽ എണ്ണവില പിടിച്ചു നിർത്തുന്നതിനും ഓഹരി വിപണികളിലെ തകർച്ച പിടിച്ചു നിർത്തുന്നതിനുമൊക്കെയുള്ള ട്രംപിൻ്റെ തന്ത്രമായും വിലയിരുത്താം. മാത്രമല്ല വലിയ രീതിയിൽ മേഖലയിൽ സൈനിക വിന്യാസം, സൈനിക ശേഷി കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3000-ലേറെ സൈനികരെയാണ് അധികമായി അമേരിക്ക ഈ അടുത്ത ദിവസങ്ങളിൽ ഈ മേഖലയിൽ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല, ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഒപ്പം ചില അവകാശവാദങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അങ്ങനെയൊന്നുമില്ല, ചർച്ചകൾ പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.